നമുക്ക് കളർ പേപ്പർ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു വാൾ ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ 2 കളർ പേപ്പേഴ്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. ആദ്യം ആ ഒരു റെഡ് കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതുപോലെ 8 പേപ്പർ പീസസ് ആണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പേപ്പർ ട്യൂബ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഇർക്കിലിയോ അല്ലെങ്കിൽ ബാംബൂ സ്റ്റിക്ക് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കതൊന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളൊന്ന് ചുരുട്ടിയെടുത്തിട്ട് അതിൻ്റെ 2 എൻഡിൽ നിന്നും കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ 8 പേപ്പർ ട്യൂബ്സും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു സ്ക്വയർ ഷേപ്പിലാണ് അതൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 4 സൈഡിലും 2 പേപ്പർ ട്യൂബ്സ് വരുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പേപ്പർ ട്യൂബ്സ് ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കതിൽ കുറച്ച് ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റോസ് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. അതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്നായിട്ട് കുറച്ച് സർക്കിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു അടുപ്പ് വെച്ചിട്ടാണ് സർക്കിൾസ് വരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ഫ്ലവേഴ്സാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയ അടുപ്പൊക്കെ വെച്ചിട്ട് നമുക്കതൊന്ന് വരച്ചെടുക്കാം. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സർക്കിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഫ്ലവേഴ്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ പീസും എടുത്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു നോർമൽ പെറ്റൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കില്ലേ, ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പെറ്റൽസ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 5 ഫ്ലവേഴ്സാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ലീവ്സ് കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 8 ലീവ്സാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് പേപ്പർ ട്യൂബ്സ് വെച്ച് ചെയ്ത് കൊടുത്തിട്ടില്ലേ, അതിലായിട്ട് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ 2 സൈഡിൽ മാത്രം ഫ്ലവേഴ്സ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിക്കാം, അല്ലെങ്കിൽ ആ സ്ക്വയറിൻ്റെ 4 മൂലകളിലായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു ഫ്ലവർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലായിട്ട് 2 ലീവ്സ് കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ 5 ഫ്ലവേഴ്സും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ ഓരോ ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് 2 ലീവ്സ് കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു അറ്റത്തായിട്ട് ഒട്ടിച്ചെടുത്തിട്ടില്ലേ, അവിടെ ഒരു ലീഫ് മാത്രമേ ഒട്ടിച്ചെടുത്തിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ബ്ലൂ കളർ അക്രൈലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ഒന്നുകൂടി ഒന്ന് ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.